ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ലുലു മാളിലാണ് കേട്ടോ. ഇവിടെ വമ്പൻ ഓഫറുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി നോക്കാൻ കേട്ടോ. നമുക്ക് നോക്കാം. ഇതാണ് അവിടേക്ക് കയറുന്നതിനുള്ള എൻട്രൻസ് ഇതാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഗംഭീര അവസ്ഥയാണ് കേട്ടോ ലുലു മാളിൽ. ഈ കാല് കുത്താൻ ഇടമില്ല എന്നൊക്കെ പറയും പോലെ അത്രയ്ക്കും അധികം ജനത്തിരക്കാണ് ഇവിടെയുള്ളത്. നമുക്കിത് ഇപ്പം തന്നെ കാണാം. എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും തിരക്കാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഉത്രാട ദിനത്തിൻ്റെ അന്നാണ് പോയത്. ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഒരുപാട് റിഡക്ഷൻ സാധനങ്ങൾ ഉള്ള സ്ഥലമാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. നമ്മൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പർച്ചേസിനാണ് വരുന്നതെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറണമെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ടൈം വേണം നോക്കാനും വാങ്ങാനുമൊക്കെ. അതുകൊണ്ട് അധികം തിരക്കില്ലാത്ത സമയത്ത് വരുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇതാ എൻട്രൻസിൽ ഇങ്ങനെ ഇതാ ലുലു കോഴിക്കോട് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഓണാഘോഷത്തിൻ്റെ ഒരു ഇതുണ്ട്, പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെ ഓഫറുകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ കാണാത്തൊരു തരം മാളിൻ്റെ തരത്തിലുള്ള ഒരു പണിയാണ് കേട്ടോ ഇത്. മുകളിൽ നിന്നൊക്കെ നമുക്ക് സൺലൈറ്റ് തട്ടുന്ന രീതിയിലുള്ള റൂഫിംഗ് ഒക്കെയാണുള്ളത്. നല്ല വെളിച്ചമൊക്കെ അകത്തേക്ക് കയറുന്നതാണ്. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ലെൻസ് ആൻഡ് ഫ്രെയിംസിൻ്റെയും എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഒരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. ബ്രാൻഡഡൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് വന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല റിഡക്ഷനും ഡിസ്കൗണ്ടും ഒക്കെ എല്ലാ ബ്രാൻഡിനും ഉണ്ട് താനും. ഈ ഒരു ഓണം വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് പർച്ചേസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർ എന്തായാലും കുറച്ച് മോർണിംഗിൽ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോവുക. ഒരു 10-10:30 വന്നാൽ ഉച്ചയാകുമ്പോൾ തിരിച്ചു പോവാം. അപ്പോൾ അത്രയധികം നമുക്ക് തിരക്ക് അനുഭവപ്പെടില്ല. 2 നിലയിലാണ് കേട്ടോ ഈ മാളുള്ളത്. ലിഫ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ എസ്കലേറ്ററും ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറുമാണുള്ളത്. അതിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ലുലു ഫാഷൻ സെൻറ്റർ ഉള്ളത്. അവിടെ ബമ്പിച്ച് ഓഫറാണ് കേട്ടോ ഓണത്തിൻ്റേതായതുകൊണ്ട്. ഒരു 199 തുടങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും, ഡ്രസ്സുകളും അതുപോലെ തന്നെ ജ്വല്ലറിയും ബാഗ്സും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ബമ്പൻ വിലക്കുറവിലാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ചപ്പൽസും എല്ലാതും ബ്രാൻഡഡിനൊക്കെ തന്നെ കുറേ അധികം വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെയാണ് ഫുഡ് കോർട്ട് ഉള്ളത്. ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെന്നപ്പോഴേക്കും തന്നെ ഉച്ചയ്ക്കാണ് കേട്ടോ പോയത്. എന്നാലും തന്നെ വമ്പൻ തിരക്കാണ് അവിടെ മൊത്തം. കോഴിക്കോട്ടെ മറ്റു മാളുകളെ അപേക്ഷിച്ചിട്ട് ഈ ഫുഡ് കോർട്ട് കുറേ അധികം സ്ഥലമുണ്ട് ഇവിടെ കേട്ടോ. കാരണം ഫുഡാണല്ലോ നമ്മളുടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള ബ്രാൻഡുകളുടെ ഫുഡുകളും നമുക്കിവിടെ KFCയും ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ മാളിൽ പോയാൽ ഫുഡ് കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണല്ലോ. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാതെ വന്നവരൊന്നും പോവില്ല. അതുകൊണ്ട് തന്നെ ഫുഡ് കോർട്ട് വമ്പിച്ച തിരക്കിലാണുള്ളത്. എന്നാലും ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി മോന് KFC ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ KFC കഴിക്കാൻ കയറി. അങ്ങനെ ഫ്രൈഡ് ചിക്കനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ KFC ഒന്നും അങ്ങനെ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു വെജ് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കഴിച്ചത്. ഇത്രയധികം തിരക്കുള്ളതുകൊണ്ട് തന്നെ വല്ലാത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ വിശന്നാലൊന്നും പെട്ടെന്ന് നമുക്ക് ഫുഡൊന്നും കിട്ടില്ല കേട്ടോ. ഒരുപാട് നേരം എടുക്കും ഫുഡൊക്കെ വരാൻ, അത്രയ്ക്കും തിരക്കാണ്. കൊച്ചിയിലെ ലുലു മാളിൻ്റെ അത്ര വരുമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു മാളാണ്. ധാരാളം പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. കാരണം കോഴിക്കോട്ടുകാർക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റും ലുലുവിൻ്റെ ഫാഷൻ സെൻറ്ററും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് കോഴിക്കോട്ടുകാർക്ക് ഇതൊരു നല്ല കാഴ്ചയായിരിക്കും. എല്ലാവരും വന്നൊന്ന് കാണുക. തിരക്ക് കുറഞ്ഞ സമയത്താണെങ്കിലും വന്ന് കാണുക. അങ്ങനെ ഞങ്ങളിതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ്. കാറൊക്കെ എടുക്കാൻ ഒരുപാട് സമയമെടുക്കും, കാരണം അത്രയ്ക്കും തിരക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും ഒരു വ്ളോഗുമായി കാണാം. താങ്ക്